ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മുണ്ടക്കൈയിലെ അവസ്ഥ ഉരുൾപൊട്ടലിന് ശേഷം എന്നത് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ, അവിടെ എത്തിയ രക്ഷാപ്രവർത്തകർ പകർത്തിയ ദൃശ്യങ്ങളാണ് മീഡിയ വണ്ണിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ദുരന്തഭൂമിയുടെ ദൃശ്യങ്ങൾ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഈ ഉരുൾപൊട്ടലിന് ശേഷം അവിടുത്തെ അവസ്ഥ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ പുറത്തു വരുന്നത്. അവിടെ എത്തിയ രക്ഷാപ്രവർത്തകർ പകർത്തിയ ദൃശ്യങ്ങളാണ് കാണുന്നത്. കൂടുതൽ വിവരങ്ങൾ സാജിദ് അജ്മൽ നൽകും. സാജിദ്, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് മുണ്ടക്കൈയുടെ അവസ്ഥ. അവിടെ ഈ വെള്ളം മാത്രം ഒഴുകിയെത്തുന്നു, വീടുകളോ മറ്റ് ഒന്നും തന്നെയില്ല. ദാരുണമായ കാഴ്ച, ദുരന്തഭൂമിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സാജിദ്. അനീഷ, ഇത്രയും സമയം നമ്മൾ കണ്ടതും അതുപോലെ തന്നെ മാധ്യമങ്ങളും മറ്റ് രക്ഷാപ്രവർത്തകരും എല്ലാം എത്തിച്ചേർന്ന് ഈ പുറത്തേക്ക് വന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ചൂരൽമലയിലേതാണ്. അതായത് ഈ ചൂരൽമല എന്ന് പറയുന്ന ഭാഗത്തുകൂടി ഈ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ഒരു പുതിയ പുഴ ഗതിമാറി ഒഴുകി പുതിയ പുഴ രൂപപ്പെട്ടതിന്റെയും വീടുകൾ തകർന്നതിന്റെയും ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്നാൽ ഏതാണ്ട് 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഈ മുണ്ടക്കൈയിലാണ് ഏറ്റവും വലിയ ദുരന്തമുണ്ടായത്. അങ്ങോട്ട് ഇന്ന് വൈകുന്നേരമാണ് ഈ രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത്. അതിന്റെ ഒരു ഫോട്ടോ പോലും ഇതുവരെ പുറത്ത് വന്നിരുന്നില്ല. ഈ രക്ഷാപ്രവർത്തകർ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഒരു പ്രദേശം പൂർണ്ണമായി ഇല്ലാതായിരിക്കുന്നു. അവിടെ ഈ വലിയ ഒരു ഗർത്തം പോലെ രൂപപ്പെടുകയും കല്ലും മണ്ണും വന്ന് നിറഞ്ഞിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് കെട്ടിടാവശിഷ്ടങ്ങൾ കാണുന്നു. അതോടൊപ്പം തന്നെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് ഒരു ഭാഗത്ത് കുറച്ച് വീടുകൾ കാണാം. ഒരുപക്ഷെ ആ വീടുകളിലുള്ള ആളുകൾക്ക് പരിക്ക് പറ്റിയോ, അവർ ഇറങ്ങി ഓടിയതാണോ എന്നും, ആ വീടുകൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിക്കാത്ത വീടുകളും ഇതിന് സമീപത്തായി കാണാം. അത്തരം വീടുകളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നെല്ലാം തന്നെ ഇനിയും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള ഒരു സ്കൂളിന്റെ അവശിഷ്ടങ്ങളും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. വളരെ സാഹസികമായാണ് ഈ ആളുകളെ പുറത്തെത്തിക്കുന്നത്. അതിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ IRWന്റെ പ്രവർത്തകരും NDRF ആണ് അങ്ങോട്ട് എത്തിയത്. ഇവരാണ് വളരെ സാഹസികമായി ഈ ചെങ്കുത്തായ വഴികളിലൂടെ ഇങ്ങോട്ട് ആളുകളെ എത്തിക്കുന്നത്. ഇതിൽ 16 മൃതദേഹങ്ങളാണ് ഇന്ന് ഇവർക്ക് ലഭിക്കുന്നതും അവിടുത്തെ ഒരു ലയത്തിൽ അത് സൂക്ഷിച്ച് വെക്കുകയും ഓരോന്നും ഓരോ സമയങ്ങളിലായി കൊണ്ടുവരികയുമാണ് ചെയ്തത്. 2 മൃതദേഹങ്ങൾ ഇവർ കണ്ട് അത് പുറത്തെടുക്കാൻ ആയുധങ്ങൾ ഇല്ലാത്തത് കൊണ്ട് മടങ്ങി പോന്നു. ഇവർ ഏതാണ്ട് 4:30 കൂടിയാണ് എത്തുന്നത്. ആ സമയത്ത് എടുത്ത ദൃശ്യങ്ങളാണ് പിന്നീട് ഒരു 5:30 കൂടി വലിയ തോതിൽ കോട മൂടുകയും അവർക്ക് കാഴ്ച തന്നെ വലിയ പ്രയാസമായി പശ്ചാത്തലത്തിലാണ് പുറത്തിറങ്ങുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ദുരന്ത ഭൂമിയിലെ ആദ്യ ദൃശ്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്.